ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. വിലങ്ങാട് ഉരുൾപൊട്ടൽ. തസ്തിക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായികാധ്യാപകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മോദിയെ ട്രംപിനോടും നെതന്യാഹുവിനോടും ഉപമിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിവിധ പരിപാടികളോടെ PN ദാസ് ഓർമ്മ ദിനാചരണം കോഴിക്കോട്ട്. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വനമേകാൻ കൈകോർക്കാം ധനസമാഹരണ പരിപാടിയുടെ 8ാം ഘട്ടം സെപ്റ്റംബർ 8 മുതൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാട് ഉരുൾപൊട്ടി. ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലം ഒലിച്ചുപോയി. പുഴയുടെ തീരത്തുള്ള വീടുകൾ തകർന്നു. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽപ്പെട്ട വിലങ്ങാട് മലയങ്ങാട് ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായി. NDRFന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലം ഒലിച്ചുപോയി. പുഴയുടെ തീരത്തുള്ള 4 വീടുകൾ ഭാഗികമായി തകർന്നു. പാലം തകർന്നതിനെ തുടർന്ന് 15 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ആളപായമുള്ളതായി റിപ്പോർട്ടില്ല. പുഴയുടെ തീരങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. NDRF സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. കൈതപ്പൊയിൽ ആനോറമ്മൽ വള്ളിയാട് റോഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ 80 മീറ്ററോളം റോഡ് മണ്ണിനടിയിലായി. ഇവിടെ നിന്ന് 7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കുറ്റിയാട് മരുതോങ്കര വില്ലേജിൽ പശുക്കടവ് ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി. കടന്തറ പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പൃക്കന്തോട് സെന്റർ, മുക്ക്, പീടികപ്പാറ പ്രദേശത്തുള്ള പുഴയോരവാസികളെ നെല്ലിക്കുന്ന് ഷെൽട്ടറിലേക്ക് മാറ്റി. കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി കൂടിയതിനാൽ 2 ഷട്ടറുകളും വിവിധ ഘട്ടങ്ങളിലായി 4 അടി വീതം ഉയർത്തി. കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് പൂനൂർ പുഴ, മാഹിപ്പുഴ, കുറ്റ്യാടിപ്പുഴ, ചാലിയാർ, ചെറുപുഴ എന്നിവയിലെ ജലനിരപ്പ് അപകട നിലയിലെത്തി. തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. മഴ ശക്തമായ സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തസ്തിക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായികാധ്യാപക സംഘടന DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സലീം ഉദ്ഘാടനം ചെയ്തു. തസ്തിക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായികാധ്യാപക സംഘടന DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പ്രൈവറ്റ് സ്കൂൾ കായികാധ്യാപക സംഘടന വൈസ് പ്രസിഡന്റ് K സലീം ഉദ്ഘാടനം ചെയ്തു. ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് വെച്ച് ഇന്ന് സമരം ചെയ്യുന്നത് കൊണ്ട് നാളെ ആനുകൂല്യം കിട്ടും എന്ന് വിചാരിച്ചാരും ഇരിക്കുകയും വേണ്ട. ഇനിയും സമരങ്ങൾ ശക്തമായ എല്ലാ വർഷവും നമ്മൾ കർശനമായ രീതിയിലുള്ള സമരങ്ങളും ഇപ്പം നമ്മൾ ഈ വർഷം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്, പത്രങ്ങൾ നമ്മൾ ന്യൂസ് ഡെയിലി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ജന മനസ്സുകളിലേക്ക് ഇത് എത്തുന്നുണ്ട്. ഇത് നമ്മളെ മേളകൾ നടക്കുമ്പോഴും ഇതൊക്കെ നമുക്ക് രക്ഷിതാക്കളെയും നാട്ടുകാരെയും ജനങ്ങളെയും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ  നമുക്ക് ആ സമരത്തിൽ പൂർണ്ണമായിട്ട് വിജയം കണ്ടെത്താം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. 2019 ജൂൺ 30 വരെ 2020 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 ജ
അതിശക്തമായ സമരത്തിന് ആവശ്യമാണ്. ആ സമരം ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ അധ്യാപകർ സമരം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അധ്യാപകന് വിദ്യാർത്ഥികളെ ദോഷം ചെയ്യുന്ന സമരങ്ങൾ മാത്രമേ വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഒരു കായികമേള നടത്താതിരുന്നപ്പോൾ ആ കായികമേളക്കുണ്ടായ പ്രയാസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു കുട്ടിയടക്കം മരണപ്പെട്ടു. കെ നബീൽ അധ്യക്ഷത വഹിച്ചു. എം ഷഫീഖ്, എൻ വി ഷബീർ, വി കെ രാജീവ്, എ മുസ്തഫ, ടി എം സുബൈർ, പി സി ദിലീപ്, എ മുഹമ്മദ്, അലി മണ്ണാത്ത, പി പി മുഹമ്മദ്, എൻ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മോദിയെ ട്രംപിനോടും നെതന്യാഹുവിനോടും ഉപമിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം INL സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. നെതന്യാഹുവിനെയും ഡൊണാൾഡ് ട്രംപിനെയും നരേന്ദ്രമോദിയെയും ഒരേ നുകത്തിൽ കെട്ടാൻ പറ്റുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ രാഷ്ട്രീയ ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചൂഷണത്തിന് പാകമായ മണ്ണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒരുക്കുക എന്നതാണ് ഫാഷിസത്തിന്റെ ജൈവ ദൗത്യം. നരേന്ദ്രമോദി നിർവഹിക്കുന്നത് ഈ ഉത്തരവാദിത്തമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ ശേഷിയും പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങിയ ജനങ്ങളായിട്ട് ചില ഘോഷയാത്രകളും ശിലാന്യാസ പ്രഖ്യാപനങ്ങളും എല്ലാമായി കേരളത്തിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ സമീപനങ്ങളും നിശ്ചിതമായ ജനങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അത്തരം സമാധാനങ്ങളെല്ലാം കേന്ദ്രമായിരുന്നു അന്നത്തെ കോഴിക്കോട്. അന്നയക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിൽ ഒരുപാട് ചോദ്യങ്ങളും സംഘർഷങ്ങളും വീണ്ടുകൂടിയ ദിനങ്ങളിൽ സേർസാഹിബിന്റെ കൂടി ബന്ധത്തോടുകൂടി തന്നെയായിരിക്കാം കായിക കൾച്ചറൽ ഫോറം സ്ഥാപിതമായി. INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, ബി ഹംസ ഹാജി, മൊയ്തീൻ കുഞ്ഞി കളനാട്, CH ഹമീദ്, സലാം കുരിക്കൾ, MA ലത്തീഫ്, ഷെരീഫ് കൊല്ലം, CP അൻവർ സാദത്ത്, ശോഭ അബൂബക്കർ ഹാജി, സമത് നരിപ്പറ്റ, MP മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയം അവതരിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ അഷ്റഫ് അലി വല്ലപ്പുഴ, M ഇബ്രാഹിം എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. PN ദാസ് ഓർമ്മദിനം ദാസവിചിന്തനം എന്ന പേരിൽ വിവിധ പരിപാടികളോടെ നടന്നു. ബുദ്ധഗീതകം എന്ന ചിത്ര പ്രദർശനം, സിത്താർ വാദനം, ധ്യാന പരിശീലനങ്ങൾ, ആഹാര സംഗമം തുടങ്ങിയവയോടെയായിരുന്നു ദിനാചരണം നടത്തിയത്. കോഴിക്കോട് മൊകവൂരിലെ PN ദാസ് റിട്രീറ്റ് സെന്ററിലാണ് PN ദാസ് ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി ദാസവിചിന്തനം എന്ന പേരിൽ വിവിധ പരിപാടികൾ നടന്നത്. പരിപാടിയുടെ ഭാഗമായ ബുദ്ധഗീതകം എന്ന ചിത്ര പ്രദർശനം നന്ദകുമാർ മൂടാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പ്രദർശനം ബുദ്ധൻ എന്നുള്ളത് ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര നിലയിൽ പല രാജ്യങ്ങളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം. സാധാരണ നമ്മൾ പറയാറുണ്ട്, കുരിശ് കണ്ടാൽ ഫോട്ടോഗ്രാഫിയിലായാലും ശരി, അതൊരു വരയ്ക്കുന്നൊരു പ്രതലത്തിലായാലും ശരി, ഒരു കുരിശ് കണ്ടാൽ ലോകത്തിലുള്ള മിക്ക ആൾക്കാർക്കും അത് കുരിശാണെന്നും അത് ക്രിസ്ത്യാനിറ്റിയുടെ അടയാളമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അത്ര ഇല്ലെങ്കിൽ പോലും ഈ ബുദ്ധനെ കണ്ടിട്ടുണ്ടെങ്കിലും വലിയൊരു തരത്തിലുള്ള കുറെ രാഷ്ട്രങ്ങളിൽ നമുക്ക് ബുദ്ധനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായതെല്ലാം ഒരു അന്താരാഷ്ട്ര അടയാളങ്ങളാണ് ഇതൊക്കെ. സംഗീത് ബാലചന്ദ്രനാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. ശാന്തിനികേതൻ ഡയറക്ടർ ഷാജുബായ് ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. PR നാഥൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഓരോരുത്തരിൽ നിന്നും ഓരോ കാര്യം നമുക്ക് പഠിക്കാൻ. ബുദ്ധൻ ഓർമ്മപ്പെട്ടെന്ന് ഓർക്കുന്നത് മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥം. നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. ആലോചിച്ചു കൂട്ടി മാനസിക രോഗിയാവുന്നതൊക്കെ മിണ്ടാതിരിക്കുമ്പോഴാണ്. കാരണം മിണ്ടാതിരിക്കുമ്പോൾ മനസ്സ് മിണ്ടുന്നുണ്ട്. മനസ്സും ശരീരവും ബുദ്ധിയും മിണ്ടാതെ ആകുമ്പോഴാണ് മൗനം വരുന്നത്. നർഗീസ് ടീച്ചർ, ലത്തീഫ് പറമ്പിൽ, പ്രദീപ് കുമാർ, KP പത്മനാഭൻ, മിഥുൻ B തുടങ്ങിയവരും സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സിത്താർ വാദനം, സൈലൻസ് ആൻഡ് വെൽനസ് ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൻ അഭിയാൻ സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് സംഗമം നടത്തി. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ഗോൾഡ് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിലും മറ്റ് ഉന്നത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമായ 30ഓളം നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ജൻ അഭിയാൻ സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപഹാരവും ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രതിസന്ധികളെ നമ്മുടെ സംസ്ഥാനം മൊത്തമായി ചിലപ്പോൾ നേരിടാറുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് പണക്കാരും പാവപ്പെട്ടവരും ഒക്കെ ഒരേപോലെ പ്രയാസപ്പെട്ടൊരു ഘട്ടം കടന്നുപോയിട്ടുണ്ട്. ഇനിയും എന്തൊക്കെ അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ തേടി വരും എന്ന് പറയാൻ കഴിയില്ല. നിപ വൈറസ് ആദ്യമായി കണ്ടെത്തിയത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലായിരുന്നു, പത്തിരിക്കയിലായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ നമുക്കറിയാം ഇടക്കാലത്തും അതുപോലെ ഒരു കേസ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. കോവിഡുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിലും നമ്മുടെ മെഡിക്കൽ കോളേജും നമ്മുടെ പരിസരവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തരം രംഗങ്ങളിൽ സാമൂഹ്യ സേവന രംഗത്ത് നന്നായി പ്രശോഭിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മാനേജിംഗ് ട്രസ്റ്റ് രാംദാസ് വെങ്ങേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ റിട്ടയേർഡ് സെഷൻസ് ജഡ്ജി KK കൃഷ്ണൻകുട്ടി പയമ്പറ പുരസ്കാര വിതരണ ഉദ്ഘാടനം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോമർ ഡീൻ ഫാക്കൽറ്റി മേധാവി പ്രൊഫസർ K ശിവരാജൻ മുഖ്യാതിഥിയായിരുന്നു. KV സുബ്രഹ്മണ്യൻ, ഡോക്ടർ PK ജനാർദ്ദനൻ, അംബേദ്കർ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് മേധാവി അജേഷ് കുമാർ, ശ്രീകല തോലേരി, UK സജിനി, ശ്രീകല വിജയൻ, M ജയകുമാരി, ഷാജി പയ്യോളി, ഡോക്ടർ P ഷിജിൻ, രജീഷ്, K സൂര്യ കുഞ്ഞിക്കണ്ണൻ, തുറശ്ശേരിക്കടവ് മണിദാസ്, പയ്യോളി രതീഷ്, KT തങ്കംപറമ്പിൽ, ഷീബ അനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രന്റെ ഓർമ്മയിൽ നക്ഷത്രവനം ഒരുങ്ങുന്നു. അന്തരിക്കുന്നതിന് മുൻപ് അദ്ദേഹം തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്ന നിലയിലാണ് നക്ഷത്രവനം ഒരുക്കുന്നത്. അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രന്റെ ഓർമ്മയിൽ നക്ഷത്രവനം ഒരുങ്ങുന്നു. അന്തരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം തുടങ്ങിവെച്ച പ്രവർത്തനം പൂർത്തീകരിക്കുക എന്ന നിലയിലാണ് നക്ഷത്രവനം ഒരുക്കുന്നത്. മേത്തോട്ട് താഴം പൈക്കാട്ടുകാവിൽ ഭയങ്കാവ് ഭഗവതി ക്ഷേത്രവളപ്പിലാണ് 27 നക്ഷത്രങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 27 വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചത്. ക്ഷേത്രം തറവാട്ട് അംഗങ്ങളും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രതിനിധികളും ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു. 27 വൃക്ഷത്തൈകളും എത്തിച്ചു കൊടുക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് വടകര സ്വദേശിയായ എടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരിയാണ്. ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം നക്ഷത്ര വനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. അശ്വതിക്ക് കാഞ്ഞിരം, ഭരണിക്ക് നെല്ലി, ദേവതിക്ക് ഇരിപ്പ, ഉത്രട്ടാതിക്ക് കരിമ്പന, അങ്ങനെ ഓരോ നക്ഷത്രത്തിനും ഒരു വൃക്ഷം എന്നുള്ള രീതിയിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാരെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ലോജിക്കുണ്ടാകും. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. ഡോക്ടർ PK രജുല, പ്രൊഫസർ ശോഭീന്ദ്രന്റെ മകൾ ബോധി കൃഷ്ണ, പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുക്കര, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, KV അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
12 ഏക്കറിലേറെ പരന്നുകിടക്കുന്ന ക്ഷേത്രവളപ്പിൽ മുകൾ ഭാഗത്തായാണ് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാരീസ് ഒളിമ്പിക്സിന് ആശംസകൾ അർപ്പിച്ച് കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ റാലി നടത്തി. വൈസ് പ്രിൻസിപ്പൽ അനൂപ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. അധ്യാപകരും പരിപാടിക്ക് നേതൃത്വം നൽകി. 2024 ഒളിമ്പിക്സിന് ആശംസകൾ നേർന്നുകൊണ്ട് സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ റാലി നടത്തി. വൈസ് പ്രിൻസിപ്പൽ അനൂപ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ നിഷീന, കായികാധ്യാപകരായ ജെയ്സ് ജോസഫ് സനില, അധ്യാപകരായ ശരത് ലാൽ, എനോഷ് എബ്രഹാം, പ്രട്ടി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗന്ദര്യമേകാൻ കൈകോർക്കാം ധനസമാഹരണ പരിപാടിയുടെ 8ാം ഘട്ടം സെപ്റ്റംബർ 8-ന് ആരംഭിക്കും. പരിപാടിയുടെ വിജയത്തിനായി 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. നിർധന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സൗകര്യം ഒരുക്കുന്ന ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനകീയ ധനസമാഹരണത്തിന്റെ വിജയത്തിനായി 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സാന്ത്വനമേകാൻ കൈകോർക്കാം എന്ന പേരിൽ നടത്തുന്ന 8ാം ഘട്ട വിഭവ സമാഹരണം സെപ്റ്റംബർ 8 മുതൽ 15 വരെയാണ്. ഫറോക്ക് റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന മണ്ഡലതല സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ ഞങ്ങൾ വിദ്യാലയം എല്ലാവർക്കും വിദ്യാലയം. കാരണം എന്തെങ്കിലുമൊക്കെ പരസ്പരം ചെയ്താൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പഠിച്ചു പോയപ്പോ അതല്ലെങ്കിൽ എവിടെ ഉള്ള ആൾക്കാർക്കും ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ ഇത് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നന്ദിയായിട്ട് ചെയ്യാം. സ്നേഹം അത് പങ്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക, അംഗീകരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സ്നേഹത്തിനും അംഗീകരിച്ചുകൊണ്ട് ഈ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ അധ്യക്ഷനായി. മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചെയർമാൻ M ഗിരീഷ് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ PK നാസർ, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് B അനുഷ, T രാധാഗോപി, മുരളി മുണ്ടേങ്ങാട്ട്, VP വിനോദ് കുമാർ, ബൈജു ചെമ്പകശ്ശേരി, MM മുസ്തഫ, K വീരാൻകുട്ടി എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് കൺവീനർ K ജയകുമാർ സ്വാഗതവും ട്രഷറർ M ഖാലിദ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി VKC മുഹമ്മദ് കോയ ചെയർമാൻ, ജനറൽ കൺവീനർ M ഗിരീഷ്, ട്രഷറർ M ഖാലിദ് എന്നിവർ ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് വനിതാ സംഘത്തിന്റെ പുതിയ കെട്ടിടം ഫറോക്കിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന് മാതൃകയാകുന്ന ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാനത്ത് സ്ത്രീകൾക്കായി നടപ്പിലാക്കിയെന്ന് മന്ത്രി പറഞ്ഞു. ഭരണതലത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഏറെ ഗുണകരമായി സമൂഹത്തിൽ മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്തായി സംരംഭകത്വ മേഖലയിൽ സ്ത്രീപക്ഷത്ത് നിന്നുള്ള പുതിയ ചുവടെടുപ്പ് കാണാൻ വേണ്ടി സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്.
നമ്മുടെ രാജ്യത്തെന്നല്ല ലോകത്തെ ഏതൊരു രാജ്യത്തിന് മാതൃകയാക്കാവുന്ന നിലയിലേക്കുള്ള പദ്ധതി സ്ത്രീ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സംസ്ഥാനത്ത് സർക്കാർ നടത്തി. അടുത്ത കാലത്തായി സംരംഭകത്വ മേഖലയിലും സ്ത്രീ പക്ഷത്തു നിന്നുള്ള പുതിയ ചുവടുവെപ്പുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഇപ്പൊ 50%-ലധികം നല്ല നിലയിൽ ജോലി ചെയ്യാൻ ഇവര് പ്രാപ്തരായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സൊസൈറ്റി. പരസ്പര സഹകരണത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാതൃകയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന രീതിയിൽ കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു കഴിഞ്ഞു എന്ന് കൂടി നാം മനസ്സിലാക്കുന്നു. നഗരസഭാ അധ്യക്ഷൻ NC അബ്ദുൽ റസാഖ് അധ്യക്ഷത വഹിച്ചു. ഓഫീസ് കമ്പ്യൂട്ടറൈസേഷൻ ഉദ്ഘാടനം സഹകരണ യൂണിറ്റ് ഇൻസ്പെക്ടർ K സബീഷ് കുമാറും ആദ്യ നിക്ഷേപം സ്വീകരിക്കൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ KP സുലൈഖയും നിർവഹിച്ചു. കൗൺസിലർമാരായ K കമറുലൈല, KTA മജീദ്, P ജിബീഷ്, സൊസൈറ്റി പ്രസിഡന്റ് P പുഷ്പലത, സെക്രട്ടറി K സുജാത, ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ T രാധാഗോപി, CDS പ്രസിഡന്റ് P ഷിനി, V മോഹനൻ, TK സേതുമാധവൻ, N രാജീവൻ, വാഴയിൽ ബാലകൃഷ്ണൻ, KT മജീദ്, A ബാലകൃഷ്ണൻ, KVM ഫിറോസ്, C ഷിജു, PA ജാസ്മിൻ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. വിലങ്ങാട് ഉരുൾപൊട്ടൽ. തസ്തിക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായികാധ്യാപകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മോദിയെ ട്രംപിനോടും നെതന്യാഹുവിനോടും ഉപമിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിവിധ പരിപാടികളോടെ PN ദാസ് ഓർമ്മ ദിനാചരണം കോഴിക്കോട്ട്. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വനമേകാൻ കൈകോർക്കാം ധനസമാഹരണ പരിപാടിയുടെ 8ാം ഘട്ടം സെപ്റ്റംബർ 8 മുതൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.